ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഫെനിക്സ് ഗെയിമിംഗ്. അപ്പോൾ ഫെനിക്സ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ റോബ്ലോക്സിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ബേസിൽ ഒരുത്തൻ കയറി വന്നിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യാനുള്ള സാധനം എടുത്തിട്ട് വന്നപ്പോഴേക്കും എൻ്റെ ബേസിൽ ഒരുത്തൻ കയറി അവനെ അടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ ആദ്യം വിചാരിച്ച വോയിസ് കളിക്കുന്ന വോയിസ് തന്നെ കൊടുക്കാമെന്നാണ്, പക്ഷേ പറ്റാതെ ഇത് തന്നെ ഇച്ചിരി നല്ല വോയിസ് ഗെയിമിന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ കയറിയത് യിങ് ഇവൻറ്റ് കിടക്കുവാണ്, അതുകൊണ്ടാണ് ഞാൻ കയറിയത് ഗൈസ്. ഇവിടെയൊക്കെ ട്രേഡൊക്കെ നടക്കുന്നുണ്ട്, ക്യാനിയോ ട്രേഡ് അങ്ങനെ പറയുന്നുണ്ട്. അവൻ്റെ അവിടെ നിന്ന് റീസ്പോൺ അടിച്ച് പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ ഓട്ടോ ബോയ് വെച്ച് അടിച്ച് വെച്ചേക്കുമോ എല്ലാ സാധനവും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ റീബർത്ത് എത്ര ചെയ്തു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പം എന്തായാലും 640 മില്യൺ ഉണ്ട്. എനിക്കൊരു ടോപ്പിലെ ഫ്ലോറും ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ബ്രെയിൻ റോഡ്സ്. അപ്പോൾ എന്നെ ഏതോ എന്തോ മാജിക്കൊക്കെ ചെയ്ത് റോബക്സ് എടുത്തിട്ടാണെന്ന് തോന്നുന്നു അവൻ എന്നെ ഇങ്ങോട്ടാക്കി. അപ്പോൾ അവൻ ഇൻവിസിബിളായി ഗൈസ്. അവൻ മറ്റേ കോട്ട് ഉപയോഗിച്ച് എനിക്കിനി അടുത്ത റീബർത്തിൽ മാത്രമേ കോട്ട് കിട്ടത്തുള്ളൂ. അങ്ങനത്തെ റീബർത്തിലാണ് നിൽക്കുന്നത്. എനിക്കറിയില്ല എങ്ങനെ നോക്കണമെന്ന് റീബർത്ത് എത്രയാണ്. അപ്പോൾ വലിയ ബേസൊന്നും ഇല്ല ഗൈസ്. നമുക്ക് 3G ബേസാണ്, ഇങ്ങനത്തെ മിത്തിക്കൊക്കെയാണ് ഉള്ളത്. വലിയതൊന്നും ഇല്ല. പിന്നെ യിങ് ഒന്നും വാങ്ങിയിട്ടില്ല. അങ്ങനെ യിങ് ഇവൻ്റെ ഒരു ലൈവ് നടക്കുന്ന കണ്ടപ്പം കയറിയതാണ് ഗൈസ്. ഒരുത്തൻ്റെ സാമീൻ്റെ ഫ്രണ്ടിൻ്റെ എന്തോ ലൈവ് നടക്കുമായിരുന്നു, അങ്ങനെ കയറിയതാണ്. യിങ് ഇവൻ്റ് നടക്കുന്നതെന്ന് അറിഞ്ഞപ്പം എന്നെ ഒരുത്തൻ ലോക്കാകാൻ. ഇത് എൻ്റെ പൈസ ഇല്ലേ എടാ, ഇത് എൻ്റെ പൈസ അവിടെ കൊണ്ടുപോകണേ തിരിച്ചിട്ടാ. ഓക്കെ സെറ്റ്. എൻ്റെ പൈസയിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഞാൻ എന്നെ അവിടെ കല്ലാക്കിയിട്ടേക്കണം. അപ്പോൾ എന്തായാലും യിങ് ഇവൻറ്റ് ഞാൻ ഇവൻറ്റ് സമയത്തൊന്നും കയറാറില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇവൻറ്റ് കാണുന്നത് തന്നെ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഗൈസ് ഇവൻറ്റ് കാണുന്നതൊന്നും. പിന്നീട് ഞാൻ കുറച്ച് ക്ലിപ്സ് കൊടുത്തേക്കാം വീഡിയോൻ്റെ ഇടയ്ക്കോ അതോ അവസാനമോ. അതായത് കുറച്ചവന്മാർ കാണിക്കുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ MT ബേസ് എന്ന് അങ്ങ് പേരിടും. അതിൻ്റെ അവന്മാരെ UID അങ്ങ് MT ബേസ് എന്നാക്കും. അപ്പോൾ എന്താ ഇവിടെ എഴുതി കാണിക്കുന്നത് MT ബേസ്. അതിൽ 2 ഫ്ലോർ ഉണ്ടെങ്കിൽ അതിൻ്റെ മണ്ടയിൽ അവന്മാർ കൊണ്ടുപോയി വയ്ക്കും. ഓക്കെ ഗൈസ്, എനിക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഐഡിയ. ഞാൻ ചെയ്താലോ എന്ന് വിചാരിക്കും, ഇപ്പം ചെയ്യാൻ മടിയാണ്. അത് ഭയങ്കര ഇതാണ്. ഞാൻ ഫോട്ടോസാണ് 2 സ്ക്രീൻഷോട്ട്സ് ഉണ്ട്, അതിന് കാണിക്കാം. ഇപ്പം എനിക്ക് ഞാൻ പിച്ചാനിനെ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. എന്തായാലും ഡിലീറ്റ് ചെയ്യും, അല്ല സെല്ല് ചെയ്യും. എനിക്ക് വേണ്ട ഇതൊന്നും. അപ്പോൾ ഗൈസ് എൻ്റെ കൂടെ കളിക്കാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സ് വരിക, നമുക്ക് ഒത്ത് കളിക്കാം ഗൈസ്. റോബ്ലോക്സും എല്ലാം ഉണ്ട്. മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ വരും ഗൈസ്, വന്നിരിക്കും. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ വരും, അല്ലെങ്കിൽ അടുത്തന്നെ വരും ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ നല്ല ബ്രെയിൻ റോട്ട് വരുന്നുണ്ടോയെന്ന് നോക്കാം. എടാ, എനിക്ക് ക്യാപ്ചീനോ അസാസീനോ ആയിരുന്നു എൻ്റെ സമയത്ത്. ഒരു ബേസ് മുഴുവനും ക്യാപ്ചീനോ അസാസീനോ ആയിരുന്നു എൻ്റെ അടുത്ത്. ഇതെന്താ ഗൈസ് ഇങ്ങനെ തുള്ളി കളിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് കുറേ വട്ടം വന്നിട്ടുണ്ട് ഇങ്ങനെ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു, പക്ഷെ വേറെ ആരും അങ്ങനെ ആവണില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ലോക്ക് ചെയ്യണം ബേസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. എനിക്ക് റീബർത്ത് ചെയ്യാൻ ഒരു സാധനവും കൂടെ വേണം ഗൈസ്. ഒരു മറ്റേ ഞണ്ട് വേണം, ഞണ്ട്. അങ്ങനെ ഞാൻ ഇങ്ങനെ ഞണ്ട് കണ്ടുപിടിക്കണം. അതും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് റീബർത്ത് ചെയ്യാം. 35 മില്യൺ മതി. എനിക്ക് 604 മില്യൺ ഉണ്ട്. ഇതൊക്കെ പോവും. ഞാൻ വേറെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ഇതൊക്കെ മാറ്റും ഗൈസ്, എനിക്ക് ഉറപ്പാണ്. ഇത് വലിയ കാര്യമല്ലല്ലോ ഈ പൊട്ടാൻ അങ്ങനത്തെ ഒരു സാധനം. ഞാൻ വിൽക്കണോ വേണ്ടതെന്ന് വിചാരിക്കും. ഞാൻ മുകളിലത്തെ ഫ്ലോർ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് എൻ്റെ മുകളിലത്തെ ഫ്ലോർ. ബെർബർ 10 ബീമിനെ ഞാനങ്ങ് വിറ്റേക്കാം. ലെജൻഡറി അതവിടെ ഇരുന്നോട്ട്, പിന്നെ പഴങ്ങൾ കളയാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഓക്കെ ഗൈസ്, യിങ് ഇതേ വേറൊരെണ്ണം വരുന്നുണ്ട്. ഞാൻ മുഴുവൻ യിങ് വാങ്ങിയിട്ട് യിങ് ബേസ് ആക്കാൻ പറ്റുമോ? ഐ വാണ്ട് ടു നോ ദാറ്റ്. കണ്ടോ, യിങ് ബേസ് ആക്കാൻ പറ്റുമോ? ഇപ്പോൾ 2 എണ്ണം കളക്ട് ചെയ്തു. ഇനിയും എത്രണ്ണം വേണം? ഇനി 30 എണ്ണം ഉണ്ട് യിങ്. ഇപ്പോൾ 2 എണ്ണം കളക്ട് ചെയ്ത് ഇനിയും ഉണ്ട് ഗൈസ്. 26 എണ്ണം അല്ല 28 എണ്ണം. 28 എണ്ണം ഉണ്ട് ഇനി. ഓക്കെ, ലെറ്റ്സ് ഗോ. യിങ് ഇവൻ്റെ ഒരു ചൈനീസ് ഇവൻ്റാണ്, നല്ല ഇവൻ്റാണ്, എനിക്കിഷ്ടമായി. ഞാൻ വേറെ ഇവൻറ്റിൻ്റെ സമയത്തൊന്നും കയറിയിട്ടില്ല. ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ, അല്ല ഞാൻ കളിച്ചിട്ടൊന്നും ഇല്ല അതിൻ്റെ അകത്ത്. ഓക്കെ ഗൈസ്, ദേ ഹാർട്ട് അറ്റാക്ക്. എന്തുവാണ് ഇത് ഈ ഹാർട്ട് അറ്റാക്ക്? അതേ എന്നെ ഫ്രീസാക്കി. ഇവൻ എന്താണ് പണി? ഈ ദേഷ്യം വരുന്നത്. ഇതേ ബമ്പർഡിയിലോ ക്രൊക്കോഡിയിലോ കൊണ്ടുപോകുന്നു. ഞാൻ ബേസിൽ ഓക്കെ ചെയ്യാം ഗൈസ്. ഓക്കെ, പറ്റും.
എൻ്റെ ബമ്പർഡിയിലോ ക്രൊക്കഡിയിലോ ഞാൻ ആരാടാ എടുക്കുന്നത്? ബമ്പർഡിയിലോ ക്രൊക്കഡിയിലോ റീബർത്തിന് ആവശ്യം വരുമോ? എനിക്കറിയില്ല, നോക്കാം. ഗൈസ്, ഉയ്യോ, ഞാൻ ഇച്ചിക്കൂടെ നേരത്തെ ഒന്നായിരുന്നു ഈ ലെജൻഡറി സാധനം കിട്ടിയ സീക്രട്ട് സാധനം കിട്ടിയ ഗൈസ്. എടായി അത് നോക്കിക്കൊണ്ടിരുന്നു, ഇവിടെയും പോയടാ. കണ്ട അത് MT, കണ്ട പേര് കണ്ടോ ഗൈസ്? അവിടെ അറ്റത്ത് കണ്ടില്ലേ പേര് MT ബേസ്. അപ്പോൾ MTൻ്റെ ബേസ് അങ്ങനെ വരും. ബുദ്ധിമാരെ അമ്മയിച്ചു കൊടുക്കുന്നു ഗൈസ്. എന്താ താരം തുറന്നിട്ടിക്കണില്ല. ഇതെന്താണ് ഇവിടെ ലീലായുള്ളോ? ശിവനല്ലേ നമ്മളെ സാധനം എടുക്കാൻ നോക്കിയവൻ? യെസ്, നമ്മളെ സാധനം എടുക്കാൻ നോക്കിയ ഇവനാണ്. അടിറാവനെ അല്ല. പിന്നെ എനിക്കെങ്ങനെ എനിക്കിത് ഈ സ്കിന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പം ഇട്ടേക്കണ സ്കിന്ന്. പുതിയ സ്കിന്നൊക്കെ ഉണ്ടാക്കണം. ഞാൻ ഈ ലീലാനെ വാങ്ങുന്നതിന് ഒരു കാരണമേ ഉള്ളൂ, അവനെ അതായത് അവൻ വേറൊന്നും വാങ്ങാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ വാങ്ങുന്നത്. അല്ലാതെ എനിക്ക് ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല ഗൈസ് ഞാൻ വാങ്ങുന്നത്. ഇങ്ങിയാങ്ങിൻ്റെ ലീലാനെ കിട്ടി ഗൈസ്. നമുക്ക് ഗോ ബേസി പൊക്കോ ഗൈസ്. ലവ എവിടെ? ലവ എൻ്റെ വാങ്ങാൻ വന്ന വാങ്ങിക്കോ, നീ വാങ്ങുൻ്റെ. ഓക്കെ ഗൈസ്. അടയടാ പോയി. ആടാ നാളെ നിൽറാ, അടിക്കും ഞാൻ അവിടെ നിൽറാർക്കാ അവൻ്റെ ബേസിൽ നിന്നെല്ലാം അടിച്ചു മാറ്റിയല്ലേ നമുക്ക്. ആലോചിക്കണം. നമുക്ക് ലൈവ് ഒന്നുമല്ല ഗൈസ് ഇത്. ലൈവ് വരാൻ പറ്റില്ലല്ലോ. 50 സബ്സ്ക്രൈബേഴ്സ് കാണും. നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നമുക്ക് ലൈവ് വരണമെന്നൊക്കെ ഉണ്ട്. ഞാൻ എങ്ങനെ ലൈവ് വരും? നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെയാണ് ലൈവ് വരും? പറ. എല്ലാവരും ഡു സബ്സ്ക്രൈബ് ഗായ്സ്. അപ്പോൾ നമുക്ക് ലൈവ് വരാൻ പറ്റും. ലൈവ് എന്താണ് എങ്ങ വിറ്റാൽ നമുക്ക് നൂബിനി പിശനീനി കിടക്കട്ടെ ഒരു ഷോയിന്. ഇതേ പോണ് ഗുരുവിൽ. ഇതെനിക്ക് റീബർത്തിന് ആവശ്യമുള്ള ഇതല്ല, വേറെണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ ഇത് സെയിം. പക്ഷേ ഞാൻ ഇത് വേറെ ആറാകണം, എനിക്ക് വേണോളൂ. എന്നെ അടിക്കുന്നറാ. എനിക്ക് സ്റ്റോറി കയറിപ്പോയി. എൻ്റെ പേജിൽ വേണം, എനിക്കുണ്ട് കഴിച്ച്. ഞാൻ എടുക്കാത്തത് ഇതേ കണ്ട അവിടെ പച്ച കിടക്കുന്ന. എനിക്ക് ഗോൾഡൻ കണ്ടപ്പോൾ വാങ്ങാൻ തോന്നി, അങ്ങനെ വാങ്ങാൻ നോക്കിയത്. അമ്മമാരും കൊണ്ടുപോയി, വേണ്ട എനിക്ക്. ഇതേ യിങ്ങിയാങ് പോണം. വാ യിങ്ങിയാങ്ങേ, മുഴുവൻ യിങ്ങിയാങ് ടീം. എനിക്കിത് വേണം. പടം ഇറക്കന്മാരെ സ്ഥലമില്ലേ? എടാ യിങ്ങിയാങ് വാങ്ങണ്ടായിരുന്നടാ. അയ്യോ എൻ്റെ ബേസ് എൻ്റെ ബേസ് കൊണ്ട് നടക്കും. കേസിന് പിന്നെ പിസനീനെ വിൽക്കാം. നമുക്ക് ഈ ഗെയിം തുടങ്ങുമ്പോൾ $100 സംതിങ് എന്തോ കിട്ടും, എനിക്കറിയാം. നമുക്ക് വിൽക്കാം. അതും വിറ്റിട്ടുണ്ട് ഗൈസ്. ഓക്കെ. അയ്യോ ഇവൻ്റ് കഴിഞ്ഞടാ. ഇവൻ്റ് കഴിഞ്ഞ് ബ്രോ. അടുത്ത ഇവൻ്റ് അല്ലേ? അല്ല, ഇങ്ങനെ തന്നെ പോണം ഇനി. ഞാൻ വിചാരിച്ച് കുറേ നേരം ഇവൻ്റ് കാണും. ഓക്കെ, അടുത്ത യിങ്ങിയാങ് ലെറ്റ്സ് ഗോ. മൊത്തം ഞാൻ യിങ്ങിയാങ് അങ്ങ് ബേസ് ആക്കും. നോക്കിക്കങ്ങട് യിങ്ങിയാങ് ബേസ് അതിലാവും തരും. എടാ 3 മില്യൺ രൂപ പോണ. എടാ എടുക്കും കൂടെ എനിക്ക് എടുക്കണം. ഓടം നിൻ്റെ ഇറക്കന്മാരെ പോലെ എനിക്ക് അവിടെ ഇല്ല. ഇത് ഞാൻ എന്തേ പറഞ്ഞു തന്നെ. നമ്മൾ പറന്ന് ചാടി ബാഹുബലി കളിച്ച് എത്തിയിരിക്കുകയാണ്. ഞാൻ വാങ്ങിക്കണില്ല, അവൻ എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരും എന്തായാലും. അയ്യോ എടാ, ഞാൻ ഏതറാ വാങ്ങിയ? ബിറു പത്ത ബീവിനെ വാങ്ങിയേക്കണ് പുട്ടൻ. നമ്മളെ സ്ഥലമില്ലേ? എടാ ഞാൻ ആ ബിറു പത്ത ബീവിനെ വാങ്ങിയടാ. എടാ സ്ഥലമില്ലടാ, പോയി വിൽക്കിയർക്കാ. എവിടെ അതൊക്കെയോ കടിക്കട്ടെടുത്ത് വിറ്റ് അവിടെ വാങ്ങ്. 2 അവന്മാരെ ഒത്ത് കളിക്കുന്നറാ. അതെന്ത് പരിപാടി? നമ്മളെങ്കിൽ ആളെ ഇറക്കും. നമ്മുടെ ടീമിനെ ഇറക്കണോ ഗൈസ്? നിങ്ങൾ കമൻറ്റ് ബിലോ. എടാ എൻ്റെ സാധനം പോടാ. ഓട്. എവിടെ ഇത്
അടിമോനെ കഴുത റയാനേ. അയ്യോ എൻ്റെ പേര് റിവീലായി. ദിസ് മൈ റിയൽ നെയിം ഈസ് റയാൻ. ഓക്കെ, എനിക്കത് വേണോടാ, എനിക്കത് വേണം. സ്റ്റോളാണ്, അതെ വേറെ ആരും ഉണ്ട്. എട് മോനെ എട്, നീ എടുത്തോ, നീ കൊണ്ടുപോ, എനിക്ക് എന്നിട്ട് തന്നാൽ മതി പതുക്കെ. അയ്യോ ഞാൻ അടിച്ചിട്ട് മൂന്ന് വേണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടില്ല. ബ്രോ പ്ലീസ് ഗൂമി ബ്രോ പ്ലീസ് ഗൂമി അല്ല ഗീമി എന്തറിയാമോ എന്തോ അതൊക്കെ. കേസ് അല്ലെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീഡിയോ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്, സ്റ്റക്കാണ് 22. എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്തായിരുന്നെങ്കിൽ. അവ ഇറങ്ങി ഗൈസ്. ബ്രോ പീന്ന് ബാക്കി അടിക്കാൻ പറ്റിയില്ല. ഓക്കെ, അത് അല്ല, അവ ഇറങ്ങിയിട, അവന് വലിയ സാധനം കിട്ടിയപ്പോൾ അവൻ ഇറങ്ങിയിട കള്ള. എൻ്റെ ബേസ് മുഴുവനും മിത്തിക്കാ ഗൈസ്, മിത്തിക്ക്. എന്തോ അടേടാ. ഓക്കെ, ചിമ്പാൻസിനി ബിനാനി അല്ല, അത് പാണ്ടാനീനി ബിനാനി. എനിക്ക് ബ്രെയിൻ റോട്ടിൻ്റെ പേരൊന്നും അറിഞ്ഞൂടാ ഗൈസ്. ബ്രെയിൻ റോട്ടിൻ്റെ പേരുകളൊന്നും അങ്ങനെ അറിയില്ല. കേൾക്കാൻ പറ്റുമോ? ഇല്ല, അനുവദിക്കില്ല. ഞാൻ ബമ്പർഡിയിലോ പോക്കില്ല. ഗീസ് ദേ ഫ്രൂന്ന് മറ്റേ സാധനം പോണു ഗീസ് എൻ്റെ കയ്യിരിക്കുന്ന രണ്ടനി ഈശ്വര. തേ സൗർ തും സൗറിനെ കണ്ടിട്ട് കുറേ നാളായി. റയറായ എന്തോ അത് കാണുന്നില്ല. ഓക്കെ, ഗാർഡിയൻ ബ്രെയിൻ റോഡ് ഗോഡ് അറ്റ്. ഓക്കെ, ബ്രെയിൻ റോഡ് ഗോഡ് വരും ഗൈസ്. എത്ര ലൈക്സിന് ശേഷം 2000 ലൈക്സ് സംതിങ്. ഞാൻ ആദ്യം വിചാരിച്ച് 2 ലൈക്ക് സംതിങ്. സമാധാനം എടുക്കാം, നമുക്ക് മടിപ്പിക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ. അല്ല, അവൻ്റെ ഒരു റൂബി ആൻഡുണ്ട്, അത്യാവശ്യം എന്തായാലും ഉണ്ട്. നമ്മളെടുത്തിട്ടുണ്ട്. വിൽക്കാം. എനിക്ക് ആവശ്യമില്ല, നമുക്ക് വിൽക്കാൻ കഴിച്ചത്. അവനെ തീർക്കാനാണ് കഴിച്ച് ഞാൻ നോക്കുന്നത്. എൻ്റെ ബേസ് മുഴുവൻ നമുക്ക് എടുത്തോണ്ട് വന്ന് തീർക്കണം. നമുക്ക് 3ാമത്തെ ഫ്ലോറൊക്കെ നോക്കണം കഴിച്ച്. എത്ര റീബർത്ത് വേണ്ടി വരും 3ാമത്തെ ഫ്ലോറിന്? ഞാൻ എടുക്കുന്നു, അവൻ മേടിക്കുന്നു. ചാടി പോവുക. ഞാൻ പാടുന്നില്ല, വേണ്ട, വിൽക്കാം. ലെറ്റ്സ് ഗോ. വിറ്റ് കളിക്കുക. ലോക്കി. ഓക്കെ, ലെറ്റ്സ് ഗോ. എന്താണ് രണ്ടെണ്ണത്തിന് എന്താണ് ഇവിടെ കാര്യം? പോടാ. ഞാൻ പോയി സാധനം എടുക്കട്ടെ. മറക്കാം. 3ാമത്തെയാണ് കേസ്, 4ാമത്തെയാണ് കേസ് എൻ്റെ എടുക്കുന്നത്. പക്ഷെ 3 കിട്ടിയോളൂ. എടുത്തിട്ട് വിൽക്കും ഞാൻ. എന്താണ് ബ്രോ, ക്യാൻ യു പ്ലീസ് ഗിവ് മീ ബമ്പർ ഡീലോ? ഐ നീഡ് OT എന്ന് പറഞ്ഞാൽ ക്യാൻ യു പ്ലീസ് ഗിവ് മീ ബ്രെയിൻ റോട്ട്? ഐ ആം പുവർ എന്നായിരിക്കും ഞാൻ അടിക്കുന്നത്. ഐ ആം പുവർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മൾ പുവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ടേക്ക് ഐ വിൽ ഗിവ് യു റിട്ടേൺ ട്രസ്റ്റ് മീ. ഓക്കെ, ഇവനാരാ? എൻ്റെ പേരെന്താ? പേര് വായിക്കാൻ പറ്റുന്നില്ല. ഐ നീഡ് ദിസ് റീബർത്ത്. നമുക്ക് എൻ്റെ പേര് ഇതാക്കാടാ, നമുക്ക് ഫ്രണ്ട് ആക്കാം. വെയിറ്റ്, ഹൗ? ഓക്കെ, ഹൗ എന്താ? ഓക്കെ, വെയിറ്റ്, എൻ്റെ പേരെന്താ? അവിടെ നിന്നാ കുഞ്ഞിപ്പുഴു. ഞാൻ നോക്കട്ടെ പേരിൻ്റെ. ഇഞ്ചിനിക്കോന വെയിറ്റിംഗ്. ഓക്കെ, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ വെയിറ്റ് ചെയ്യാമെന്ന്. ഓക്കെ ഗേസ്, എൻ്റെ പേര് കണ്ടില്ല. 1 സെക്കൻഡ് കൂടെ ഉള്ളൂ. ഓക്കെ, ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ ഗേസ്, അവൻ ടീമായിട്ടുണ്ട്. ഇത് ചെയ്തു. ഓക്കെ ഗേസ്, വെയിറ്റ്. ഞാനവനെ അടച്ച് പൂട്ടിയിടാം. വെയിറ്റ് ചെയ്യാൻ കൊടുക്കാം. പോട്ടെ, അവനെടുത്തോട്ട് പോട്ടെ, കുഴപ്പമില്ല, എനിക്ക് വേണ്ട. എല്ലാത്തിനും റിട്ടേൺ ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞത് ഗൈസ്. നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്,
അവൻ എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, എൻ്റെ ബേസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവൻ എന്തോ പറയുന്നുണ്ട് ഗൈസ്, ടൈപ്പ് ചെയ്യുന്നുണ്ട്. നോക്കാം ഗൈസ്, നോക്കാം ഗൈസ്. നമ്മളെ ബേസിന് ഒരാളെ ഹെൽപ്പ് ചെയ്യുവാണ് ഗൈസ്. ഐ എം ഹെൽപ്പിങ്. തമ്മയിൽ സെറ്റ് അയ്യോ ഓർഡറാ. അവന് മാത്രമേ ഉടയ്ക്കാൻ പറ്റൂ. ഓർഡർ ആർക്കാ എന്തൊക്കെ പറയുന്നുണ്ട്. എന്തോന്ന് I have 300 million, let big main road come, I will return you. ഓക്കെ അവൻ തിരിച്ചു തരാമെന്നാണ് പറയുന്നത് ഗൈസ്. അവൻ്റെ 300 മില്യൺ, എൻ്റെ വെറും 600 മില്യൺ ഗൈസ്. അവൻ റീബർത്ത് ചെയ്തുകൊണ്ടാണ് ഗൈസ് അവന് 300 മില്യൺ. പൊടാർക്കാ ചെറുക്കാ മാറാർക്കാ എന്താ എനിക്കിവിടെ കാര്യം. വേറെ ഉമ്മാർ ഗൈസ്, വേറെ ഉമ്മാരെ എൻ്റെ സാധനം എടുക്കാൻ നോക്കുന്നത്. അവനെ ഞാൻ കയറ്റാൻ പറ്റുന്ന രീതിയാക്കിയിട്ടുണ്ട്. ഓടു ബ്രോ. എടാ ഇതെന്താ എനിക്ക് അവനെ അടിക്കാൻ പറ്റാത്തേ. ഐ ഹാവ് ലെറ്റ് ബിങ്കർ ബ്രെയിൻ റോട്ട് കം. ഓക്കെ, അവൻ വലിയ ബ്രെയിൻ റോട്ട് വരുമ്പോൾ തരാമെന്നാണ് പറഞ്ഞേക്കണത് മേടിച്ച്. ഓക്കെ, അടിച്ച് പുറത്താക്കടാ അവനെ. അവൻ എന്താണ് പോട്ടെ. ബേസ് ലോക്ക് ചെയ്യട്ടെ, വെയിറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട് ഈ സ്പേസ് നമ്മൾ. അപ്പോൾ ഗൈസ് അവൻ ഇപ്പം ഞാൻ ക്ലിപ്പ് ആഡ് ചെയ്തേക്കാം ലാസ്റ്റ്. അപ്പോൾ അവൻ എനിക്കിതാ ഇപ്പോൾ പോണ ഈ ബ്രെയിൻ റോട്ട് നീ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് മൈ ഫിനിക്സ് ഗെയിമിംഗ് അവൻ എന്തായാലും 2 എടുത്തോളാൻ പറഞ്ഞു ഗൈസ്. അവൻ എനിക്ക് ഉറാങ്കുട്ടാൻ 2 തന്നു. പിന്നെ ഈ റൈനോ ഡിസൈനിയും തന്നു. ഞാൻ ഇതാണ് ഗൈസ് പറഞ്ഞ MT ബേസ് എല്ലാവരും പേരിടുന്നതെന്ന്. ഇതാണ് ഗൈസ് എൻ്റെ പ്രൂഫ്. എന്നിട്ട് എൻ്റെ മണ്ടയിൽ നിലയുണ്ട്, ഇതിൻ്റെ താഴെ ആൾക്കാർ വെക്കില്ല. അപ്പോൾ ഇറ്റ്സ് മൈ ഫിനിക്സ് ഗെയിമിംഗ്. അപ്പോൾ ഇറ്റ്സ് മൈ ഫിനിക്സ് ഗെയിമിംഗ് സൈനിങ് ഓഫ്.